അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. നമുക്കിന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ചായ കുടിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് സിറ്റ് ഔട്ടിൽ. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് നമുക്ക് മൂത്തമ്മൻ്റെ വീട്ടിൽ പോകണമെന്ന്. അപ്പോൾ രാവിലെ പോകണമെന്ന് വിചാരിച്ച്, പക്ഷേ നമ്മൾ കറണ്ട് ഇല്ല കേട്ടോ. ഇന്നലെ നല്ല മഴ പെയ്ത കാരണം കറണ്ട് ഇന്ന് രാവിലെ നല്ല പൊലച്ചൊക്കെ പോയിക്കണം കേട്ടോ. അപ്പോൾ പണികളൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ സിറ്റ് ഔട്ടിൽ നിന്ന് നല്ല വെയിൽ കേട്ടോ, കത്തണ വെയിൽ എന്ന് പറഞ്ഞാൽ കത്തണ വെയിൽ. അപ്പോൾ ഇത് പറഞ്ഞാൽ ഒരു 10-10:30 ആ ടൈം ആട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു, ചൂടുണ്ട് വെയിലിന്. അപ്പോൾ നമ്മൾ കൊപ്പര ഉണ്ടായിരുന്നു, അത് ഒന്ന് വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ലേസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് പൊട്ടറ്റോ ഉണ്ടായിരുന്നു അവിടെ കിടക്കുന്നത്. അങ്ങനെ അത് വേഗം എടുത്ത് തൊലിയൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ ആക്കി വന്നപ്പം ഈ ചിപ്സ് ഇല്ലേ, മറ്റേ ഈ എന്തായിരുന്നു കപ്പ വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കില്ലേ, കപ്പ ചിപ്സ്. അപ്പോൾ ആ ഒരു ടൈപ്പിലായി പോയിട്ടോ വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളന്ന് മിക്സി പുതിയ വാങ്ങിച്ചാണല്ലോ, അപ്പോൾ അതിൽ ചോപ്പറും ഗ്രൈൻഡറും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതിലുണ്ട് സ്ലൈസിങ് ബ്ലേഡ്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ ചോപ്പറിൽ ഞാൻ സ്ലൈസിങ്ങിൻ്റെ ബ്ലേഡ് ഫിറ്റ് ചെയ്ത് അതിന് ശേഷം മിക്സി ഒന്ന് ഓൺ ചെയ്തതായി ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കട്ടി കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഫ്രൈ ചെയ്ത് പിന്നെ ഓൽക്കെന്ന് പറയുന്നത് ഞാൻ മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് ആക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഏകദേശം ഒരു നമ്മളെ കപ്പൻ്റെ ചിപ്സ് ഇല്ലേ, കപ്പ ചിപ്സ് പോലെ ഏകദേശം തോന്നി. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ മധുരക്കിഴങ്ങ് അടുപ്പത്തിട്ടിനു, അത് ചുട്ടെടുത്ത്. ഭയങ്കര മധുരം കേട്ടോ, എന്തൊരു ടേസ്റ്റുള്ള മധുരമെന്നാ. അപ്പോൾ അതിങ്ങനെ മോൾക്കും ഒരു കഷ്ണം കൊടുത്ത പോക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ചൂടായപ്പോൾ ഉമ്മ ഈർക്കിൾമേൽ കുത്തി കൊടുത്താണ്. അങ്ങനെ അവളത് കഴിച്ച്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ പറഞ്ഞ് നമ്മൾ നേരത്തെ വെയിൽ കൊള്ളാൻ വെച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് ഉമ്മ പറയുന്നത് ആ സൈഡിൽ വെയിലൊക്കെ പോയി, ഇനി അത് എടുത്തിട്ട് ഈ സൈഡിലേക്ക് കൊണ്ടുവെക്കാൻ. അങ്ങനെ ഞാൻ വലിച്ച് വെയിലുള്ള ഭാഗത്തേക്കൊക്കെ കൊണ്ടുപോയി നിരത്തി വെച്ച്. അപ്പോൾ ഇത് നമ്മളെ കയ്പ്പ, പിന്നെന്താ പാവയ്ക്ക, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ സംഭവം ഉണക്കാൻ വെച്ചാട്ടോ. അങ്ങനെ പിന്നെ വേഗമൊക്കെ റെഡിയാക്കി വേഗം പോയി കുളിച്ച് നമ്മൾ ഉച്ചക്കലത്തെ ഫുഡൊക്കെ വേഗം കഴിച്ച് നമുക്ക് പോകണമല്ലോ, മൂത്തമ്മൻ്റെ വീട്ടിൽ പോകണമല്ലോ. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെയെന്ന് വെച്ച് കറണ്ട് വന്നത് ഒരു 11:30 ആ ഒരു ടൈം ഇട്ടാട്ടോ. അതുവരെ ഈ പണിയൊന്നും നീങ്ങിയിട്ടില്ലേനും. പിന്നെ പെട്ടെന്ന് ആക്കി. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഉച്ചയ്ക്ക് ഒരു 2:30 മണിക്കാണ് പോകുന്നത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം. അപ്പോൾ അനിയനാന്ന് പറഞ്ഞാൽ വേഗം ഒന്നും കിട്ടൂല കേട്ടോ. അവനിങ്ങനെ എന്താ പറയുക, ഒരു 2 ദിവസം മുമ്പേ അവന് ബുക്ക് ചെയ്യണം എവിടെയും പോകാമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് എന്തോ അന്ന് സമ്മതം കിട്ടി. അങ്ങനെ പിന്നെ വേഗം പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കൽ ഒരു ബേക്കറിയിൽ കയറി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് 3 ജ്യേഷ്ഠത്തികളാണുള്ളത്, പിന്നെ 3 ആങ്ങളമാരുമാണ് കേട്ടോ. ഉമ്മയാണ് ഏറ്റവും ഇളയത്, അതായത് പെൺകുട്ടികളിൽ ഏറ്റവും ഇളയത് ഉമ്മയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഏറ്റവും മൂത്ത ഏട്ടത്തിൻ്റെ വീട്ടിലാട്ടോ. എല്ലാവരെയും കാട്ടിലും മൂത്ത ആളാണിത്. അപ്പോൾ ആൺമക്കളിലും പെൺമക്കളിലും ഒക്കെ മൂത്ത ആളെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ, അതായത് ഈ പോകുന്ന മുത്തമ്മൻ്റെ നേരെ താഴത്തുള്ള 2 മുത്തമ്മൻ്റെ വീട്ടിൽ ഞങ്ങൾ പെരുന്നാൾ പിറ്റേന്ന് ഏറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ എത്തിപ്പെട്ടില്ലേനു. അപ്പോൾ അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ തോന്നിയപ്പോൾ ഇങ്ങനെ പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ മുത്തമ്മൻ്റെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ മുത്തമ്മ മാത്രമേ ഉള്ളേനും മരുവോളാടല്ലേനും ഓല വീട്ടിലേക്ക് പോയി പെരുന്നാളിന് പോയതാട്ടോ. അപ്പോൾ മുത്തമ്മ അങ്ങ് ചായയും ജ്യൂസൊക്കെ കണ്ട്, അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ പിന്നെ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ കണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ കൃഷി ചെയ്യുന്ന ഒരു ഏരിയ കേട്ടോ. കൃഷി നല്ലോണം ചെയ്യും മുത്തമ്മൻ്റെ മക്കളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അവർക്ക് അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇത് ക്യാബേജാണ്. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കുറേ ഒന്നും എടുത്തില്ല, കുറച്ച് പറമ്പ് അങ്ങനെ കുറേ ഉണ്ട്, നിരന്ന് നിൽക്കുന്ന സ്ഥലം. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് പറ്റിയില്ല. കാരണം മഴ ഉണ്ടായിരുന്നു. മഴ ഇങ്ങനെ മൂടി നിൽക്കുന്ന ടൈമായിരുന്നു. പേടിയാവും പോകാൻ, ഇടി വെട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ണപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ചാമ്പങ്ങ, പിന്നെ പാഷൻ ഫ്രൂട്ട്, പിന്നെ പേരക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള പേരക്ക. അങ്ങനെ കുറേ അതൊക്കെ ഒടിച്ച് കഴിച്ച്. അപ്പോഴാണ് മുത്തമ്മ പറഞ്ഞത് ഇവിടെ ചക്കയുണ്ട്. ചക്ക മീൻസ് ഈ പഴഞ്ചക്കനോട് വലിയ ഇഷ്ടമല്ല കേട്ടോ, അങ്ങക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ വരക്കച്ചക്ക എന്ന് തന്നെയല്ലേ പറയുന്നത്, ആ സംഭവം ഉണ്ട് പറഞ്ഞു. അപ്പോൾ നല്ല മധുരമുള്ള ചക്ക എന്ന് പറഞ്ഞു. അങ്ങനെ മൂത്തമ്മ കൊക്കയൊക്കെ എടുത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മുത്തമ്മ ഞങ്ങൾക്ക് ഒടിച്ച് തരികയാണ് കേട്ടോ, മക്കളെ ഒടിച്ച് തരികയാണ്. അപ്പോൾ അതൊക്കെ ഒടിച്ച് ഞങ്ങൾ കാറിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. അന്നപ്പോൾ ചക്ക ഓൾറെഡി വെച്ചതിന് ശേഷം മുത്തമ്മ പറഞ്ഞ് കുറച്ച് വായ്ക്കോലുണ്ട്. അപ്പോൾ ഒടിഞ്ഞ കുറച്ച് വായ്ക്കോലുണ്ട്, കുറേ വായ്ക്കോൽ
ഇഷ്ടമാതിരിയാണ് കേട്ടോ. അവൾക്ക് ഇഷ്ടമല്ല, അങ്ങനെയൊന്നും കഴിക്കില്ല. അപ്പോൾ നമുക്ക് പഴുപ്പിച്ചാലൊക്കെ പിന്നെ കറി എന്താ പറയുക ഉപ്പേരിയൊക്കെ വെക്കാമല്ലോ. അപ്പോൾ ഇത് മാത്രമല്ല മൈസൂർ, അതേപോലെ പൂവമ്പഴം, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2-3 കൊലയൊക്കെ കിട്ടി. പിന്നെ കൊല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ വാഴകളൊക്കെ ഉണ്ട്. പിന്നെ മൂത്തമ്മ ഇഷ്ടപ്പെട്ട് തന്നതല്ലേ, അതുകൊണ്ട് തന്നെ വാങ്ങിച്ച്. പിന്നെ കറിവേപ്പില എന്ന് പറഞ്ഞ സംഭവം ഇൻ്റെ അവിടെ ഇല്ല കേട്ടോ. ഇവിടെ തീരെ ഇല്ല. ഇവിടെ എത്ര മുളപ്പിച്ചാൽ നോക്കിയാലും അത് മുളയ്ക്കില്ല. അപ്പം ഞങ്ങൾ കൂടുതലും മൂത്തമ്മൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുതരും, അല്ലെങ്കിൽ ഉമ്മ അവിടെ പോകുമ്പോൾ കൊണ്ടുവരും. അങ്ങനെ ആട്ടോ ഉണ്ടാവൽ. അങ്ങനെ ഒരു ആഴ്ചക്കുള്ളിലൊക്കെ അല്ലെങ്കിൽ ഒരു 15 ദിവസത്തേക്കുള്ളൊക്കെ ഞങ്ങളങ്ങനെ കൊണ്ടുവരില്ല. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരുപാട് കറിവേപ്പില ഉണ്ട്. ഇനി കറിവേപ്പിലേൻ്റെ കുറച്ച് ഏരിയ കേട്ടോ ഇത്. ബേക്കിലേക്ക് വലിയ മരങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. എന്താ പറയുക, ഭയങ്കര സ്മെല്ലാണ്, ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു കറിവേപ്പില കറിയിലിട്ടാൽ കേട്ടോ. അത് കുറേ ഒടിച്ച് അങ്ങനെ പിന്നെ അതൊക്കെ കൊണ്ട് ഇനി വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ കുറേ സാധനങ്ങൾ മൂത്തമ്മ ഞങ്ങൾക്ക് തന്നിട്ടോ. അങ്ങനെ അതൊക്കെ കാറിൽ വെച്ച് പിന്നെ ഞങ്ങൾ ആ കൊലായിൽ ഇരുന്നിട്ട് കുറേ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മൾ വീഡിയോ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അടിപൊളി വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും. അപ്പോൾ പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.